7 മാസം നീണ്ട ഇസ്രായേൽ യുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ടത് 35,000-ത്തിലധികം പേർ. എല്ലാം നഷ്ടപ്പെട്ട് റാഫയിൽ എത്തിയവരെയും ഒടുവിൽ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് ഇസ്രായേൽ സേന. പ്രാണഭയം കൊണ്ട് നിലവിളിച്ചോടുന്ന മനുഷ്യർ, അനാഥരായ കുട്ടികൾ. പലസ്തീനിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടാകുമോ? സുബേഷ്, ലോകത്തിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് റഫയാണെന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് റഫയിലെ ജനസംഖ്യ 1,70,000 ആയിരുന്നു. അതിപ്പോൾ 15 ലക്ഷം ആയിരിക്കുകയാണ്. ഈ ദുരിത ജീവിതം നയിക്കുന്ന ജനങ്ങൾക്ക് ധനസഹായം എത്തിക്കുന്ന ഒരു ഇടം, അതിനുള്ള ഒരു ഇടനാഴി എന്ന നിലയ്ക്ക് ചർച്ചയായിരുന്ന റഫയിലേക്ക് ആളുകൾ തിക്കിത്തിരക്കി എത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഗസയിലെ ജനങ്ങൾ തിക്കിത്തിരക്കി റഫയിലേക്ക് എത്തുന്നു. അവിടുത്തെ ജനസംഖ്യ തന്നെ വല്ലാതെ വർദ്ധിക്കുന്നു. അവിടെ ടെൻറ്റുകൾ അടിച്ച് ജനം തിങ്ങിപ്പാർക്കുന്ന അവസ്ഥ. ടെൻറ്റും അടിക്കാൻ പറ്റാതെ ബീച്ചിലും തെരുവിലും കഴിയുന്ന ആളുകളെ അവിടെ കാണാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, മനുഷ്യർക്ക് മരുന്ന് ലഭിക്കുന്നില്ല, രോഗങ്ങൾ പടരുന്നുണ്ട്. തെരുവിൽ മലം ഒഴുകുന്ന വിധത്തിൽ, സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത വിധത്തിൽ ജനം അവിടെ പുഴുക്കളെ പോലെ ജീവിക്കുകയാണ്. അവിടേക്കാണിപ്പോൾ ഇസ്രായേൽ ഏറ്റവും അവസാനം അവരുടെ യുദ്ധ ടാങ്കറുകളുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് ലോകത്തെ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്ന കാര്യം. ലക്ഷ്മി പറഞ്ഞതിൽ നിന്നും ഞാൻ തുടങ്ങാം. അതായത്, ലോകത്ത് ഇന്നൊരു നരകമുണ്ടെങ്കിൽ അത് റഫ തന്നെയാണ്. തങ്ങൾ ഏതിൽ നിന്നാണോ രക്ഷപ്പെട്ട് ഏറ്റവും സുരക്ഷിതം എന്ന് കരുതിയ ഒരിടത്തേക്ക് എത്തിയത്, അവിടേക്ക് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. സ്വാഭാവികമായും അതിനൊരു തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി കേവലം ഒരു തിരിച്ചടി എന്നതിൽ കവിഞ്ഞ് ഒരു കൂട്ടക്കുരുതിയിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യക്കുരുതിയിലേക്ക്, വംശഹത്യയിലേക്ക് തന്നെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ പലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തോട് അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഒരു തെറ്റും ചെയ്യാത്ത നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. എവിടെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്? ഈ യുദ്ധമാണ്, സംഘർഷമാണ്, പരിക്കേറ്റവരുണ്ടാകും, മുറിവേറ്റവരുണ്ടാകും. ഇവരെല്ലാം കൂട്ടത്തോടുകൂടി അഭയം പ്രാപിക്കുന്ന ആശുപത്രികളെ ഇസ്രായേൽ സേന ലക്ഷ്യം വയ്ക്കുന്നു. ഇപ്പം നേരത്തെ അൽഷിഫ ആശുപത്രി, അവിടെയും പറഞ്ഞതാണ് ഹമാസിൻ്റെ സേനാ തലവന്മാർ അവിടെ ഒളിച്ചു പാർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽഷിഫ ആശുപത്രിക്കെതിരെ ഇസ്രായേൽ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടത്. അതേ വാദമാണ് ഇപ്പോൾ റഫയിലും ഉന്നയിക്കുന്നത്. റഫയിൽ ഹമാസിൻ്റെ തലവന്മാർ താമസിക്കുന്നു, ഞങ്ങൾ അവരെയാണ് ആക്രമിക്കുന്നത് എന്ന ന്യായീകരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ റഫയിൽ ആക്രമണത്തിന് മുനകുറിപ്പിക്കുന്നത്. ആശുപത്രികളെ ആക്രമിക്കുന്നു, ആംബുലൻസുകൾ ആക്രമിക്കപ്പെടുന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ. ഇപ്പോൾ റഫയിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടത്തോടെ ഇവിടെയാണ് വന്ന് തിങ്ങിപ്പാർക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളും പരാതികളും ലഭ്യത കുറവും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു ടെൻറ്റെങ്കിലും ഉണ്ട്. ആ ടെൻറ്റുകളിൽ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ മുഴുവൻ ഇസ്രായേൽ ആക്രമിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു രീതി അതാണ്. അവരിൽ നിന്നും ദയയോ കാരുണ്യമോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ റഫയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റഫയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കഥയുണ്ട്. അതൊരു അമേരിക്കൻ പെൺകുട്ടിയുടെ കഥയാണ്. പലസ്തീന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ, പലസ്തീന് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ഇസ്രായേൽ സൈന്യം ബുൾഡോസർ കയറ്റി കൊലപ്പെടുത്തിയ റേച്ചൽ കോറി എന്ന അമേരിക്കൻ പെൺകുട്ടിയുടെ കഥയാണ് അത്. അന്ന് ഇപ്പോൾ 2003-ലാണ് റേച്ചൽ കോറി അന്ന് കോളേജ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ കോളേജിൽ നിന്ന് ഒരു ടീമായി പലസ്തീന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ റഫയിലേക്കാണ് വരുന്നത്. റഫയിൽ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച, പലസ്തീനുകൾ താമസിക്കുന്ന വീടുകൾ മുഴുവൻ, സ്കൂളുകൾ മുഴുവൻ ഇവർ ഇസ്രായേലിൻ്റെ സൈന്യം ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ച് നിരപ്പാക്കുകയാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ കൂട്ടത്തോടെ നിലവിളിച്ചുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പായുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ ബുൾഡോസറിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഈ വീടുകളെ സംരക്ഷിക്കാൻ മനുഷ്യ കവചം തീർക്കുകയാണ്. അങ്ങനെ നിന്നതാണ് റേച്ചൽ കോറിയും. ഒരു വീട് ആക്രമിക്കാൻ ബുൾഡോസർ വരുന്നു, ഒരു വീട് ഇടിച്ചു നിരപ്പാക്കാൻ ബുൾഡോസർ വരുന്നു. അപ്പോൾ റേച്ചൽ കോറി മുന്നിൽ വന്ന് നിൽക്കുകയാണ്. തന്നെ കടന്ന് ആ വീട് തകർക്കില്ല
എന്നുള്ളതാണ് റേച്ചൽ കോറിയുടെ വിശ്വാസം. അപ്പോൾ മെഗാഫോണിലൂടെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് റേച്ചൽ കോറിയും മറ്റുള്ളവരും ഇസ്രായേൽ സൈന്യത്തോട് പിന്മാറാനാണ് ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ബുൾഡോസർ ഓടിക്കുന്നവരോടും പിന്മാറുക എന്നാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റേച്ചൽ കോറി മുന്നിൽ വന്ന് നിന്നിട്ടും ഈ ബുൾഡോസർ വേഗത്തിൽ ഇങ്ങനെ പാഞ്ഞടുക്കുന്നു. പക്ഷേ റേച്ചൽ കോറി അവിടെ തന്നെ നിൽക്കുകയാണ്. റേച്ചൽ കോറിയെ കടന്നുകൊണ്ട് റേച്ചൽ കോറിയുടെ ശരീരത്തിൽ കയറി ഇറങ്ങിക്കൊണ്ട് ഈ വീട് തകർക്കുകയാണ് ബുൾഡോസർ. തലയോട്ടി തകർന്ന് റേച്ചൽ കോറി അതിക്രൂരമായി കൊല്ലപ്പെടുകയാണ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഈ നടപടിക്കെതിരെ ലോകമാകെ വലിയ പ്രതിഷേധം ഉയർന്നു. ഒടുവിൽ ഗതികെട്ട് ആഭ്യന്തര അന്വേഷണത്തിന് ഇസ്രായേൽ തയ്യാറായി. പക്ഷേ ഒരൊറ്റ സൈനികൻ പോലും ഇതിൽ കുറ്റക്കാരനല്ല എന്നായിരുന്നു ഈ ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഒടുവിൽ നീതിക്ക് വേണ്ടി റേച്ചൽ കോറിയുടെ മാതാപിതാക്കൾ ഇസ്രായേൽ കോടതിയെ സമീപിച്ചു. കോടതിയും അവർക്കൊപ്പം നിന്നില്ല. നീതി നിഷേധിക്കപ്പെട്ടു. ഒരു സൈനികൻ പോലും കുറ്റക്കാരനല്ല എന്ന് ഇസ്രായേൽ കോടതിയും വിധിച്ചു. ആ വിധിയിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം കേക്ക് മുറിച്ച് ആഘോഷം നടത്തി. നോക്കൂ, കൊലപാതകത്തെക്കാൾ ക്രൂരമായിരുന്നു ആ പ്രവൃത്തി. ഞാൻ പറഞ്ഞത് ഇതാണ് ഇസ്രായേൽ സൈന്യം. അവർ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കും. അവരിൽ നിന്ന് ഒരു തരിമ്പും ദയയോ കാരുണ്യമോ ലോകം പ്രതീക്ഷിക്കരുത് എന്നാണ്. ശരിയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീകരതയുടെ ഒരു ഉദാഹരണമായി എല്ലായിടത്തും ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യമാണ് റേച്ചൽ ഗോറിയുടെ കഥ. അതുപോലെ നമുക്ക് എത്ര റേച്ചൽ ഗോറിമാർ, എത്ര ദുരിത കഥകൾ അല്ലെ, ഗാസയിൽ നിന്നും റഫേൽ നിന്നും ഉയർന്നു വരുന്ന ദുരിത കഥകൾ. ഇപ്പോൾ ലോകം മുഴുവൻ ആശ്ചര്യപ്പെടുകയാണ്. എന്താണ് ഇത്രയ്ക്കും അതിക്രൂരമായി ഒരു രാഷ്ട്രത്തിന് എങ്ങനെ പെരുമാറാൻ കഴിയും എന്നുള്ള കാര്യം. ആദ്യം ഉള്ള സപ്പോർട്ടുകൾ ഇപ്പോൾ എന്തായാലും ഇസ്രായേലിന് ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയായിരുന്നു, ഇങ്ങനെ റഫേലിലേക്ക് ഈ വിധം ആക്രമണം നടത്താൻ കഴിയില്ല, അത് അവിടുത്തെ ജനങ്ങളെ ബാധിക്കും, അവിടുത്തെ സാധാരണ പൗരന്മാരെ ബാധിക്കുന്ന രീതിയിൽ, അഭയാർത്ഥികളെ ബാധിക്കുന്ന രീതിയിലേക്ക് ആക്രമണം നടത്തരുത് എന്നുള്ള മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഈ വിധത്തിൽ ഒരു ആക്രമണം നടത്തുന്നത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായ കാരണങ്ങൾ അതിനവർക്കുണ്ട്. കാരണം അവിടുത്തെ തീവ്ര വലതു കക്ഷികളുടെ ഒരു സഖ്യ സർക്കാരാണ് അവിടെയുള്ളത്. അവരുടെ എതിർപ്പ് ഉണ്ടാകും ഒരുപക്ഷെ ഈ ആക്രമണത്തിൽ നിന്നും പിന്മാറുകയോ എന്തെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ കരാറുകൾ അംഗീകരിക്കുകയോ ചെയ്താൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് അവിടെ രാഷ്ട്രീയമായ തിരിച്ചടി നേരിടും എന്ന് പറയുന്ന ഭയമുണ്ട്. വേറൊരു തരത്തിൽ ഈ ബന്ദികളെ, അവിടെ ബന്ദിയാക്കി വച്ചേക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തണം എന്നുള്ള തരത്തിൽ വലിയ ആവശ്യം ഇസ്രായേലിൽ നിന്ന് ഉയരുന്നുണ്ട്. തെരുവുകളിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. 128ഓളം ഇസ്രായേലികളെ ബന്ദികളാക്കി ഹമാസ് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ കണക്കുള്ളത്. അവരിൽ പലരും മരണപ്പെട്ടു എന്നുള്ള സംശയങ്ങളുണ്ട്. ഏതായാലും ഒരു 3 ഫേസ് ഒരു വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായി വെടിനിർത്തൽ കരാർ നടന്നെങ്കിലും അതൊന്നും തന്നെ അംഗീകരിക്കുവാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇതിൽ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ 40 ദിവസത്തെ വെടിനിർത്തൽ, പിന്നെ 33 ബന്ദികളെ മോചിപ്പിക്കൽ, 42 ദിവസത്തെ വെടിനിർത്തൽ, അതിനൊപ്പം അടുത്ത ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കൽ, ഇങ്ങനെ 2 ഘട്ടം. അതിനുശേഷം മൂന്നാമതായി ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയോ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയോ വേണം എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ആവശ്യം. അത് പക്ഷേ അംഗീകരിക്കുവാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. ഏറ്റവും ഒടുവിൽ അവർക്ക് ഒരു കാരണവശാലും അവിടെ വെടിനിർത്തൽ നടത്താൻ പറ്റില്ല, സൈന്യത്തെ പിൻവലിക്കാൻ പറ്റില്ല. അതിന് അവർ പറയുന്ന കാരണം ഇതാണ്, മടങ്ങിപ്പോയ ഹമാസ് വീണ്ടും തിരിച്ചെത്തും, തങ്ങളുടെ അതിർത്തി കടന്നുള്ള ആക്രമണം അവർ തുടരും എന്ന് പറയുന്ന ആ ഒരൊറ്റ കാരണം, ആ ദിവസത്തെ ആ ആക്രമണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരിപ്പോഴും നിർദ്ദയം ഈ സാധാരണക്കാരെ, ഈ കുട്ടികളെ, സ്ത്രീകളെ നിരന്തരം മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞു, ഈ ചർച്ചകളെക്കുറിച്ച് പറഞ്ഞു, കരാറുകളെക്കുറിച്ച് പറഞ്ഞു. ശരി, അതൊക്കെ നടക്കുന്നുണ്ട് എന്നത് അല്പമെങ്കിലും ആശ്വാസകരമായ സംഗതിയാണ്. പക്ഷേ ഇതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ 7 മാസമായിട്ട് ഈ കൂട്ടക്കുരുതി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ലോകരാജ്യങ്ങൾ വളരെ നിസ്സംഗതയോടുകൂടി കണ്ടു നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇടപെടൽ നടത്തുന്നേയില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആത്മാർത്ഥമായ ഒരു പ്രശ്ന പരിഹാര ശ്രമം ആരും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അതിലേക്ക്
ഇതൊന്നും എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ തന്നെ ഈ റഫയിലെ ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ ലോകരാജ്യങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ഇസ്രായേലിനെതിരെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആയുധ സഹായം അമേരിക്ക മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഐക്യരാഷ്ട്രസമിതി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേലിനോട് യുദ്ധം നിർത്തൂ, സംഘർഷം ഒഴിവാക്കൂ, നിങ്ങൾ പിന്മാറൂ എന്ന്. എന്നിട്ടും ഏകപക്ഷീയമായ ആക്രമണ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് തന്നെ പോകുന്നു. എന്താ കാരണം? ഇത്തരം ഇടപെടലുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകില്ല. തങ്ങളെ ഇതിൽ നിന്നും പിന്മാറ്റാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്നവർക്കറിയാം. അത് ഐക്യരാഷ്ട്രസഭയായാലും ഇപ്പോൾ ആയുധ സഹായം മരവിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ, ഇത് പ്രശ്നം ഇതോടുകൂടി തീരണം എന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്താര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു രാജ്യമായി മുന്നോട്ട് പോകുന്നു ഇസ്രായേൽ എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പറയേണ്ട രീതിയിൽ പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് റിയാലിറ്റി. അതെ സുബേഷ്, യുദ്ധത്തിനുമുണ്ട് ഒരു നീതി, ഒരു ധർമ്മം. അതാണ് യുദ്ധനീതി. അത് നിരന്തരം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ലോകം തീർച്ചയായും ഇതിൽ കൈയും കെട്ടി നിസ്സംഗമായ പ്രസ്താവനകൾ നടത്തുന്നതിനു പകരം ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഈ വിഷയത്തിൽ ഇടപെട്ടേ മതിയാകും.